വെൽക്കം ടു യൂണിവേഴ്സിറ്റി അക്കാഡമി. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് പ്രോഗ്രാമിംഗിന്റെ പാർട്സ് ഒന്നും നമ്മൾ നോക്കുന്നില്ല. ജസ്റ്റ് എന്താണ് ഒരു ബേസ് ബിൽഡ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമുക്ക് ആദ്യം എന്താണ് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസിനെ പറ്റി അത് നോക്കാം. നമുക്ക് ഏതൊരു കാര്യം, അതായത് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പ്രോഗ്രാം നമ്മൾ എഴുതണം. അപ്പൊ അത് ഇനിഷ്യൽ ബേസിൽ നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത് ബൈനറി പ്രോഗ്രാംസ് ആയിട്ടായിരുന്നു നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. ആ ബൈനറി പ്രോഗ്രാംസിനെ നമ്മൾ വിളിക്കുന്നത് മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാംസ് എന്നായിരുന്നു. ഇനി ആ ബൈനറി എന്ന് പറയുന്നത് യൂസേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് വളരെ ടഫായിരുന്നു. അത് പഠിക്കുക എന്നുള്ളത് വളരെ ടഫായിട്ടുള്ള കേസായിരുന്നു. അത് കാരണം അത് കുറച്ച് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, അസംബ്ലി ലാംഗ്വേജിലേക്ക് കൊണ്ടുവന്നു. അസംബ്ലി ലാംഗ്വേജ് ഓരോ മെഷീൻസിനും ഡിഫറെന്റ് ലാംഗ്വേജസ് നമ്മൾ പഠിക്കേണ്ടി വരും. 8085 എന്ന് പറയുന്ന ഒരു മെഷീന് അതിൻ്റെതായ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ ഉണ്ടാകും. അതേപോലെ 8086 ആകുമ്പോൾ അതിന് വേറെ ഇൻസ്ട്രക്ഷൻ സെറ്റ് കാണും. അപ്പോൾ ഓരോ മെഷീൻസിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ ഉള്ളത് കാരണം ഓരോ ഇൻസ്ട്രക്ഷൻസും നമുക്ക് പഠിക്കേണ്ടി വരും. അത് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ്, എല്ലാ മെഷീൻസിനും കോമൺ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ എന്തിലേക്ക് വന്നത്, ഹൈ ലെവൽ ലാംഗ്വേജിലേക്ക് വന്നത്. അപ്പോൾ എന്താണ് ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത്? ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രോഗ്രാം എഴുതണം. ആ പ്രോഗ്രാം എഴുതേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ കോഡ് നമ്മൾ ഏത് രീതിയിലാണ് എഴുതേണ്ടത്, അതിന്റെ സെറ്റ് ഓഫ് സിന്റാക്സ് എന്തൊക്കെയാണ്, ആ ഒരു പർട്ടിക്കുലർ ലാംഗ്വേജ് ഫോളോ ചെയ്യേണ്ട സിന്റാക്സ് എന്തൊക്കെയാണ്, അതൊക്കെ പറയുന്ന കാര്യത്തിനെയാണ് നമ്മൾ വിളിക്കുന്നത് കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. അത് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും. നമ്മൾ അസംബ്ലി ലാംഗ്വേജ് എന്നും മെഷീൻ ലാംഗ്വേജ് എന്നും ഹൈ ലെവൽ ലാംഗ്വേജ് എന്നും നമ്മൾ പറയും. ഓക്കെ, നെക്സ്റ്റ് വൺ മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജസിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, അതിനകത്ത് എന്ത് മാത്രമേ കാണത്തുള്ളൂ, ബൈനറി സീറോസും വൺസും മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് മെഷീൻ ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ 1011001100 ഇങ്ങനെ ഞാൻ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എന്താണ് ഈ ഒരു മെഷീൻ കോഡ് ജനറേഷൻ ഒന്നും മനസ്സിലാവാത്ത ആൾക്കാർക്ക് ഇതിന്റെ റീഡബിലിറ്റി എന്താണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നൊന്നും മനസ്സിലാവും. കുറെ സീറോസും വൺസും എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം വന്നത്, അതായത് ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാനും, അതായത് ഓരോന്നും സിമിലർ ആയിരിക്കും. ആഡിന് ഒരു സെറ്റ് ഓഫ് ബൈനറി വാല്യൂ കാണും, സബ്ട്രാക്റ്റിന് ഓരോ ബൈനറി സെറ്റ് കാണും. അപ്പൊ ഓരോന്നിന്റെയും കാര്യങ്ങൾ ഓർത്തോർത്ത് വെച്ച് അത് റിപ്ലിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് വീണ്ടും അത് ഉപയോഗിക്കാനുള്ള പാട് കാരണമാണ് നമ്മൾ എന്തിലേക്ക് മാറിയത്, വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജിലേക്ക് നമുക്ക് മാറണം. അതായത് ഇപ്പോഴും കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന എന്ത് മാത്രമേ ഉള്ളൂ, ബൈനറി ലാംഗ്വേജസ് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. പക്ഷെ യൂസറിന് കുറച്ചും കൂടെ ഈസി ആയിട്ട് റീഡബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് എഴുതാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹയർ ലാംഗ്വേജിലേക്ക് നമ്മൾ പോയത്. നെക്സ്റ്റ് വൺ അസംബ്ലി ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് മൈക്രോ പ്രോസസേഴ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലോ ലെവൽ ലാംഗ്വേജസിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് അസംബ്ലി ലാംഗ്വേജ് എന്ന് വിളിച്ചത്. ഇതെന്ന് പറയുന്നത് സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജ് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. അസംബ്ലി ലാംഗ്വേജിന് സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജ് എന്നും വിളിക്കാറുണ്ട്. നമ്മളിപ്പോ ഒരു ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ LDA ഒരു മെമ്മറി, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെമ്മറി കിടക്കുന്ന വാല്യൂ നമ്മൾ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ് LDA. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഓരോ സിസ്റ്റത്തിനും ഡിഫറെന്റ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അറിഞ്ഞിരുന്നാൽ മാത്രമേ ഒരു പർട്ടിക്കുലർ മൈക്രോ പ്രോസസറിന്റെ പ്രോഗ്രാം നമുക്ക് റിപ്ലിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എഴുതാൻ പറ്റത്തുള്ളൂ. ഇപ്പോ ഒരാള് 8085 എന്ന് പറയുന്ന, അല്ലെങ്കിൽ 8085 നല്ല അതിനകത്ത് പ്രോഗ്രാം എല്ലാം എഴുതാൻ അറിയാം. അവര് സഡൻ ആയിട്ട് എന്ത് ചെയ്തു, ഒരു ട്രാൻസിഷൻ സംഭവിച്ചു. അതായത് 8085 എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്ന് എല്ലാ സിസ്റ്റവും 8086ലേക്ക് മാറുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈക്രോ പ്രോസസർ ആവുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, അവരെന്ന് പറയുന്നത് ആഡ് ഓൺ ആയിട്ട് കുറച്ചും കൂടെ, അതായത് ഈ 8085ന്റെ ഒരു അഡ്വാൻസ്ഡ് വെർഷൻ ആയത് കാരണം 8085 സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും അതിലുണ്ടായിരുന്നു. ഇത് കൂടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, ആഡ് ഓൺ ആയിട്ട് കുറെ ഇൻസ്ട്രക്ഷൻസും കൂടെ പഠിക്കേണ്ടി വന്നു. സിമിലർലി വേറെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഇപ്പൊ IBMന്റെ മൈക്രോ പ്രോസസർ ഒക്കെ വരുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എന്ത് ചെയ്യണം, ആ മെഷീന്റെ അകത്തുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം അറിയേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ അയാൾക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റത്തുള്ളൂ.
ഓക്കെ, അത് കാരണം എന്താണ് അവിടെയും ഒരു ഡിസഡ്വാൻറ്റേജ് വന്നു. ഒരു യൂസറിന് ഒരു മെഷീനിൽ പ്രോഗ്രാം ചെയ്യാൻ ഒരു ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചേഴ്സ് പഠിക്കണം. അതേപോലെ വേറൊരു മൈക്രോ പ്രോസസ്സറിൽ ചെയ്യണമെങ്കിൽ നമുക്ക് വേറൊരു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ വേറൊരു മൈക്രോ പ്രോസസ്സറിന്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ് എല്ലാം പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതും പറ്റത്തില്ല, അസംബ്ലി ലാംഗ്വേജും പറ്റത്തില്ല, നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് വേണം എന്നുള്ളൊരു കാര്യത്തിലേക്ക് വന്നത്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈ ലെവൽ ലാംഗ്വേജസിലേക്ക് നമ്മൾ മാറിയത്. ഹൈ ലെവൽ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈസി ടു റൈറ്റ് ദി കോഡാണ്. നമുക്ക് ഒരു ഇംഗ്ലീഷ് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു പ്രോഗ്രാം നമുക്ക് റൈറ്റ് ചെയ്യാനും അത് ഒരാള് റൈറ്റ് ചെയ്ത കാര്യം നമുക്ക് റീഡ് ചെയ്യാനും പറ്റും. ഓക്കെ, അതിന് ബേസിക് ആയിട്ടുള്ള അവരുടെ സിന്റാക്സ് മാത്രം ഫോളോ ചെയ്തിരുന്നാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഗ്രാം റൈറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ റീഡബിലിറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ വിൻഡോസിന്റെ ഒരു സ്ഥലത്ത് ഞാൻ റൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ അത് ഏത് വിൻഡോസിന്റെ പ്രോഗ്രാമിൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള കാര്യത്തിൽ നമുക്ക് കൊണ്ടുവന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, റൺ ചെയ്യാൻ പറ്റി. അതെന്ന് പറയുന്നത് പോർട്ടബിലിറ്റി എന്ന് പറയുന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് അസംബ്ലി ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 8086 എഴുതിയിരിക്കുന്ന പ്രോഗ്രാം IBMന്റെ ഒരു മൈക്രോ പ്രോസസ്സറിനകത്ത് കണ്ടിട്ട് കഴിഞ്ഞാൽ അത് വർക്ക് ആകത്തില്ല. കാരണം അതിനകത്ത് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ഒന്നും ആർക്ക് മനസ്സിലാവണമെന്നില്ല, IBMന്റെ മൈക്രോ പ്രോസസ്സറിന് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യം, അതായത് ഹൈ ലെവൽ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, നമുക്ക് ഒരിക്കൽ ഏതെങ്കിലും ഒരു മെഷീനിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് മറ്റുള്ള മെഷീൻസിൽ റൺ ചെയ്യാനുള്ള കപ്പാസിറ്റി, അതായത് പോർട്ടബിലിറ്റി എന്ത് കൊണ്ടുവന്നു, ഹൈ ലെവൽ ലാംഗ്വേജിലേക്ക് കൊണ്ടുവന്നു. അത് ഗ്രാജുവൽ ആയിട്ട് നടന്നതാണ്. ഫസ്റ്റ് ഹൈ ലെവൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തപ്പോൾ തന്നെ വന്ന ഒരു കാര്യമല്ല ഈ പോർട്ടബിലിറ്റി എന്ന് പറയുന്നത്. അത് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത ഒരു കാര്യമാണ് പോർട്ടബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമും, നമ്മളിപ്പോ ഒരു പൈത്തണിലെ ഒരു കോഡ് എഴുതി കഴിഞ്ഞാൽ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിനക്സിനകത്തും മാക്കിനകത്തും അതേപോലെ വിൻഡോസിനകത്തും എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു പോർട്ടബിലിറ്റി നമുക്ക് അച്ചീവ് ചെയ്തത് ഹൈ ലെവൽ ലാംഗ്വേജിലൂടെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിനെ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ജാവ പറയാം, പൈത്തൺ പറയാം, PHP പറയാം, CPP പറയാം, ഇതെല്ലാം C പറയാം. ഇതെല്ലാം ഇതിന്റെ എക്സാമ്പിൾ ആണ്, ഹൈ ലെവൽ ലാംഗ്വേജിന് എക്സാമ്പിൾ ആണ്. ഇതിന്റെ പ്രോപ്പർട്ടീസ് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്, കോഡ് ക്യാൻ ബി റിട്ടൺ ഈസിലി, ദെൻ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റും. അതായത് ഒരാൾ എഴുതുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് വേറൊരാൾക്കും എന്താണ്, നമുക്ക് വായിക്കാൻ പറ്റും, റീഡബിലിറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതർ അഡ്വാൻറ്റേജ് ഓഫ് കോഡ് റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജസ്, ദ കോഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് കമ്പ്യൂട്ടർ. അതായത് ഞാൻ പറഞ്ഞു പോർട്ടബിലിറ്റി, അതായത് ഞാൻ പൈത്തൺ എന്ന് പറയുന്ന പൈത്തണിൽ ഞാനൊരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അത് ലിനക്സിലും വർക്ക് ചെയ്യും, വിൻഡോസിലും വർക്ക് ചെയ്യും, മാക്കിലും വർക്ക് ചെയ്യും, ഏതൊരു കമ്പ്യൂട്ടറിലും എനിക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഹൈ ലെവൽ ലാംഗ്വേജിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ആദ്യമേ പറഞ്ഞു എന്താണ്, നമ്മുടെ കയ്യില് മൂന്ന് ലാംഗ്വേജ് ഒക്കെ ഉണ്ട്. ഹൈ ലെവൽ ലാംഗ്വേജും മെഷീൻ ലാംഗ്വേജും അതേപോലെ അസംബ്ലി ലാംഗ്വേജ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഇപ്പോഴും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്, മെഷീൻ ലാംഗ്വേജ് ആണ്. അപ്പൊ നമ്മൾ എഴുതുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. മെഷീൻ മനസ്സിലാവുന്നത് എന്താണ്, ലോ ലെവൽ ലാംഗ്വേജ് ആണ്. അപ്പോ എന്താണ്, എന്തെങ്കിലും ഇപ്പൊ ഒരു കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, നമുക്ക് ആ ഒരു കാര്യം ബൈനറി കോഡായിട്ട് മാറ്റുക, അല്ലാന്നുണ്ടെങ്കിൽ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് മാറ്റി കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറിനകത്ത് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോ ആരെങ്കിലും ഒരാള് എന്ത് ചെയ്യണം, ഈ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ കൺവേർട്ട് ചെയ്യുന്ന പ്രോഗ്രാമിനെയാണ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് പ്രോഗ്രാം ട്രാൻസ്ലേറ്റർ എന്ന് വിളിക്കുന്നത്. പ്രോഗ്രാം ട്രാൻസ്ലേറ്റർ ഇസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് കൺവേർട്ട് ഹൈ ലെവൽ ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് പ്രോഗ്രാം ട്രാൻസ്ലേറ്റർ എന്ന് വിളിക്കുന്നത്. Before it can be executed, so code must be translated into a machine. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതായത് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അത് ആദ്യം എന്തായിട്ട് മാറ്റണം, മെഷീൻ ലാംഗ്വേജ് ആയിട്ട് മാറ്റണം. മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിനെ നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ
കൺവേർട്ട് ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, ട്രാൻസ്ലേറ്റർ എന്ന് വിളിക്കുന്നത്. നമുക്ക് ജനറലി കമ്പൈലേഴ്സ്, ട്രാൻസ്ലേറ്ററിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് കമ്പൈലേഴ്സ്, ഇന്റർപ്രിറ്റേഴ്സ്, അസംബ്ലേഴ്സ്, ഇതെല്ലാം ഏതിന്റെ എക്സാമ്പിൾ ആണ്? ട്രാൻസ്ലേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു സി പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .c ആയിരിക്കും. അതേപോലെ CPP ആണെന്നുണ്ടെങ്കിൽ .cpp ആയിരിക്കും. അതേപോലെ ജാവ ആണെന്നുണ്ടെങ്കിൽ .java ആയിരിക്കും. ഓക്കെ, ഈ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഒബ്ജക്ട് കോഡ് ആയിട്ട് മാറ്റണം, .obj ആയിട്ട് മാറ്റണം. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇതെന്ന് പറയുന്നത് GCC എന്ന് പറയുന്ന കമ്പൈലറാണ്. GCC എന്ന് പറയുന്ന കമ്പൈലറാണ് .c എന്ന് പറയുന്ന കാര്യത്തിനെ നമ്മൾ ഒബ്ജക്ട് ഫയലായിട്ട് മാറ്റും. ഇനി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് എന്തായിട്ട് മാറും? .exe ആയിട്ട് മാറും. ഓക്കെ, അത് എന്താണ് എക്സിക്യൂട്ടബിൾ എന്നുള്ള രീതിയിൽ വിൻഡോസിനകത്തുള്ള കൺസെപ്റ്റ് ആണ് ഈ എക്സിക്യൂട്ടബിൾ എന്നുള്ള കാര്യം. അതേപോലെ നമുക്ക് G++ എന്ന് പറയുന്ന കമ്പൈലർ ഉണ്ട്. അതാണ് ഏതായിട്ട് മാറ്റുന്നത്? നമുക്ക് CPP-നെ ഒബ്ജക്ട് ഫയലായിട്ട് മാറ്റുന്നത്. സിമിലർലി നമുക്ക് ജാവ കമ്പൈലർ ഉണ്ട്. ജാവ C എന്ന് പറയുന്ന കമ്പൈലറാണ്, ജാവ കമ്പൈലർ ഉണ്ട്. അതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ട് ക്ലാസ് ആയിട്ട് മാറ്റും. ഈ ഡോട്ട് ക്ലാസ്സിന് വേറൊരു പേരുണ്ട്, അതിനെ ബൈറ്റ് കോഡ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഡോട്ട് ക്ലാസ് ഫയലിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ബൈറ്റ് കോഡ് എന്നാണ്. ഇനി ഇതെന്ന് പറയുന്നത് ഒരു ഇന്റർമീഡിയറ്റ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓൾ ഓഫ് എ സഡൻ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നില്ല? ഒരു മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. മേ ബി എന്താണ് ഹൈബ്രിഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും നടക്കുന്നത്. ഹൈബ്രിഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു? ഹൈ ലെവൽ ലാംഗ്വേജിനെ ഞാനൊരു ഇന്റർമീഡിയറ്റ് ലാംഗ്വേജിലേക്ക് മാറ്റുന്നു. ഈ ഇന്റർമീഡിയറ്റ് ലാംഗ്വേജിനെ ഞാൻ എന്ത് ചെയ്യുന്നു? വീണ്ടും ഒരു മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റും. അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു എനിക്ക് ഒരു കൺവേർഷനും നടക്കാം. ഓക്കെ, ഈ ഒരു കേസിൽ ജാവയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് ഒരു ഇന്റർമീഡിയറ്റ് ലാംഗ്വേജിലേക്ക് കയറുന്നത് JavaC എന്ന് പറയുന്ന കമ്പൈലർ കൊണ്ടാണ്. അതേപോലെ ഇന്റർമീഡിയറ്റിൽ നിന്നും മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നത് JVM എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടാണ്. അതെല്ലാം പഠിക്കാനുണ്ട്. JVM എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാം. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കമ്പൈലേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കമ്പൈലേഴ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് GCC പഠിച്ചു, G++ എന്ന് പറയുന്ന കാര്യം പഠിച്ചു, ദെൻ JavaC എന്ന് പറയുന്ന ഒരു കമ്പൈലർ എന്നാണ്. അതേപോലെ JVM എന്ന് പറയുന്നത് ഒരു ഇന്റർപ്രിറ്റർ ആണ്. ഒരു ഇന്റർപ്രിറ്ററിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് IPython എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ആണ്. അതേപോലെ JVM എന്ന് പറയുന്നത് എക്സാമ്പിൾ ആണ്. ഇതെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ്? ഇന്റർപ്രിറ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രോഗ്രാം ട്രാൻസ്ലേറ്റേഴ്സിൽ നമ്മൾ പഠിക്കാനുള്ളത്. നമ്മൾ ഓൾറെഡി ഇത് കമ്പൈലേഴ്സും ഇന്റർപ്രിറ്റേഴ്സും അസംബ്ലേഴ്സും ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചത് കാരണം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങോട്ട് പോകുന്നില്ല. ജസ്റ്റ് എന്താണ് കാര്യമെന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഓക്കെ, ശരി. അപ്പോ അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഒരു നമ്മുടെ എയിം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, ആ പ്രോബ്ലത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്തിന്റെ ഹെൽപ്പ് യൂസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടേഴ്സിന്റെ ഹെൽപ്പ് യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൽ ആ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കാണാൻ വേണ്ടിയാണ് നമ്മൾ ലാംഗ്വേജസിന്റെ ഹെൽപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന അപ്രോച്ച്, അതിനെ ബേസ് ചെയ്ത് നമ്മുടെ ലാംഗ്വേജസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പ്രൊസീജിയറൽ ഓറിയന്റഡ് ലാംഗ്വേജ്, ഒന്ന് ഒബ്ജക്ട് ഓറിയന്റഡ് ലാംഗ്വേജ് എന്നും പറഞ്ഞ് രണ്ട് രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഇപ്പൊ നിങ്ങൾ എന്താണ് ഒരു കോളേജിന്റെ ഒരു ലൈബ്രറി എടുക്കുകയാണെന്ന് വിചാരിക്കും. ലൈബ്രറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈബ്രറിക്കകത്ത് ഒരു സോഫ്റ്റ്വെയർ എനിക്ക് ഡിസൈൻ ചെയ്യണം. അപ്പൊ അത് ഞാൻ പ്രൊസീജിയറൽ ഓറിയന്റഡ് പ്രോഗ്രാം ആയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. എനിക്ക് ലൈബ്രറി ഓഫീസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വേണ്ടത്. ലൈബ്രറി ഓഫീസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് വേണ്ടത്. അപ്പൊ അതിൻ്റെ അകത്ത് എന്തൊക്കെ ഫങ്ഷണാലിറ്റി വേണമെന്നുള്ള രീതിയിൽ ഞാൻ കണ്ടുപിടിച്ചു. ഫസ്റ്റ് യൂസറിനെ ആഡ് ചെയ്യണം, ആഡ് യൂസർ. ഓക്കെ, അതേപോലെ ആഡ് ബുക്ക്. ഓക്കെ, ദെൻ എന്താണ് അപ്ഡേറ്റ് ബുക്ക്, അപ്ഡേറ്റ് ബുക്ക്. അതേപോലെ കുറെ ഫങ്ഷണാലിറ്റീസ്, ഇതേപോലെ കുറെ ഫങ്ഷണാലിറ്റീസ് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ
ഈ ഒരു പ്രോബ്ലത്തിന് ഞാൻ കുറെ സബ് ഡിവൈഡ് ചെയ്യും, ഫങ്ഷണാലിറ്റി ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ആഡ് യൂസർ എന്ന് പറയുന്ന ഫംഗ്ഷനാലിറ്റി എന്തായിരിക്കും ചെയ്യുന്നത്? പുതിയതായിട്ട് ഒരു യൂസറിനെ ഈ സോഫ്റ്റ്വെയറിലേക്ക് ആഡ് ചെയ്യാൻ നിങ്ങൾ സാധാരണ ഒരു കോളേജിൽ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ എൻട്രി എന്ന് പറയുന്നത് അതിനകത്ത് കാണുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവിടെ പോയി നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ഒരു ഫണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ ഒരു രജിസ്ട്രേഷൻ ഫോം കാണും. ആ രജിസ്ട്രേഷൻ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഫിൽ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും? അത് ഓഫീസിലെ സ്റ്റാഫും ഈ ആഡ് യൂസർ എന്ന് പറയുന്ന ഫംഗ്ഷനാലിറ്റി കൊണ്ട് നിങ്ങളുടെ യൂസറിലേക്ക് ആഡ് ചെയ്യും, യൂസർ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും. ഇനി പുതിയതായിട്ട് ഒരു ബുക്ക് വന്നു കഴിഞ്ഞാൽ ആ ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്തു. ദെൻ ഇനി അപ്ഡേറ്റ് ബുക്ക് എപ്പോഴാണ് വരുന്നത്? അപ്ഡേറ്റ് ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം വാങ്ങിച്ചപ്പോൾ ഒരു ബുക്കിന്റെ കൗണ്ട് എന്ന് പറയുന്നത് 60 ആയിരുന്നു. അതിന് യൂസറിന്റെ ആഗ്രഹം കാരണം അല്ലെങ്കിൽ യൂസറിന്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള യൂസ് കാരണം നമുക്ക് കൂടുതലായിട്ട് ബുക്ക് വേണം എന്ന് പറഞ്ഞ് വീണ്ടും ഒരു 60 വാങ്ങിച്ചു. അപ്പൊ നമ്മൾ പുതിയതായിട്ട് ഒരു ബുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കൗണ്ട് മാത്രം എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. സെയിം ഓർഡറാണ്, സെയിം പേരാണ്, എല്ലാം സെയിം ആണ്. ആകെ കൗണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യും. അപ്പൊ അതേപോലെ അപ്ഡേറ്റ് വന്നു. അപ്പൊ ചില നമ്മളിപ്പോ ഒരു കളക്ട് ഫീ അല്ലെങ്കിൽ കളക്ട് ഫൈൻ എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ചിലപ്പോ സ്റ്റാഫിന് ഒരു കാര്യവും സ്റ്റുഡന്റിന് ഒരു ഫൈനുമായിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, സ്റ്റുഡന്റിന് ചിലപ്പോൾ 15 days ആയിരിക്കും ഒരു കാലാവധി എന്ന് പറയുന്നത്. പക്ഷെ സ്റ്റാഫിന് 60 അല്ലെങ്കിൽ 6 months ആയിരിക്കും. അപ്പൊ അവർക്ക് വരുന്ന ഫൈൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതിനെ ചിലപ്പോൾ രണ്ടായിട്ട് എനിക്ക് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളൊരു പ്രോബ്ലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ആ പ്രോബ്ലത്തിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യേണ്ടി വരും. സബ് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ആ പ്രോബ്ലത്തിനെ വീണ്ടും എനിക്ക് സബ് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എനിക്ക് ആ ഫംഗ്ഷനാലിറ്റി എത്രമാത്രം സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ഞാൻ എന്ത് ചെയ്യുന്നു? സബ് ഡിവൈഡ് ചെയ്ത് വരും. ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ആർക്കിടെക്ചറിനെ നമ്മൾ വിളിക്കുന്നത് ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്നാണ്. ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്നാണ്. ഈ അപ്രോച്ച് ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു ലാംഗ്വേജിനെയാണ് നമ്മൾ വിളിക്കുന്നത് പ്രൊസീജിയറൽ ഓറിയന്റഡ് ലാംഗ്വേജ് എന്നാണ്. ഇതിനകത്ത് മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് എന്തിനായിരിക്കും? ഫംഗ്ഷനാലിറ്റീസിനായിരിക്കും അല്ലെങ്കിൽ ഫംഗ്ഷൻസിനായിരിക്കും. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ഡേറ്റയെക്കാട്ടി ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനായിരിക്കും കൊടുക്കുന്നത്? നമ്മൾ ഫംഗ്ഷനാലിറ്റീസിനായിരിക്കും കൊടുക്കുന്നത്. ഇനി നമ്മളുടെ കയ്യിൽ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഡിഫറെന്റ് ഫംഗ്ഷൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ആ ഫംഗ്ഷൻസ് ഓരോന്നും ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാനായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഈ ടാസ്ക് എല്ലാം എന്തായിരിക്കും ചെയ്യുന്നത്? ചില ഡേറ്റാസ് ഷെയർ ചെയ്യും. ചിലത് ലോക്കൽ ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും, ചിലതെന്ന് പറയുന്നത് ഗ്ലോബലി ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും. ഈ ഡേറ്റാസ് എല്ലാം ഷെയർ ചെയ്തിട്ടായിരിക്കും അവര് വർക്ക് ചെയ്യുന്നത്. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് സി, പാസ്കൽ, ഫോർട്ട്മാൻ, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? പ്രൊസീജിയറൽ ഓറിയന്റഡ് ലാംഗ്വേജിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ പ്രൊസീജിയറൽ ഓറിയന്റഡ് ഇതെന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു കൺസെപ്റ്റ് ആണ്. ഫംഗ്ഷൻ, ഈ ഒരു സിസ്റ്റം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫംഗ്ഷൻ 1, ഫംഗ്ഷൻ 2, ഫംഗ്ഷൻ 3 എന്ന് പറഞ്ഞ 3 ഫംഗ്ഷനാലിറ്റി ഉണ്ടെന്ന് വിചാരിക്കും. അതിന് തന്നെത്താനെയായിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെതായിട്ടുള്ള ലോക്കൽ ഡേറ്റാസും ഉണ്ട്, അതേപോലെ ഗ്ലോബൽ ഡേറ്റാസും ഉണ്ട്. പക്ഷെ ഈ ഗ്ലോബൽ ഡേറ്റയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഗ്ലോബൽ ഡേറ്റയുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ബൈ എനി ഫംഗ്ഷൻ. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ബൈ എനി ഫംഗ്ഷൻ. ഫംഗ്ഷൻ 1, ഫംഗ്ഷൻ 2, ഫംഗ്ഷൻ 3 എന്ന് പറഞ്ഞ് ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ഗ്ലോബൽ ഡേറ്റയുടെ ഇതെന്ന്. അതെന്ന് പറയുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ്, നമ്മുടെ ഒരു സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷനാലിറ്റി, അതായത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ആണെന്ന് വിചാരിക്കും, ഇതുമായിട്ട് ഒരു ഹൈറാർക്കിയിൽ വരുന്ന ഒരു ബ്രാഞ്ചേ അല്ല. ഓക്കെ, അങ്ങനെ ഒരു കാര്യത്തിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ആർക്ക് ആക്സസ് ചെയ്യാം? ആ ഒരു പ്രോഗ്രാമിനകത്ത് വേറൊരു സെഷൻ ആണെന്ന് വിചാരിക്കണം. ആ സെഷനിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഗ്ലോബൽ ഡേറ്റ എന്ന് പറയുന്ന കാര്യം വേണമെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ചിലപ്പോ ഈ ഒരു ഫൈൻ എന്ന് പറയുന്നത് ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും കാണരുത്, അത് സ്റ്റുഡൻസിന് കാണരുത്, സ്റ്റാഫിന് വേണമെങ്കിൽ കാണാം എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഗ്ലോബൽ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാഫിന് കാണാം, സ്റ്റുഡന്റിന് കാണാം, ആർക്ക് വേണമെങ്കിലും കാണാം. അല്ലാതെ ഇത്രയും പേർക്ക് മാത്രമേ കാണാവൂ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ഒരു ഹൈഡിങ് എന്ന് പറയുന്ന സാധനം ഇതിനകത്ത് പോസിബിൾ അല്ല. പ്രൊസീജിയറൽ ഓറിയന്റഡ് ലാംഗ്വേജസിൽ പോസിബിൾ അല്ല. അപ്പൊ പ്രൊസീജിയറൽ ഓറിയന്റഡ് ലാംഗ്വേജ് ഫോളോ ചെയ്യുന്ന അപ്രോച്ച് എന്ന് പറയുന്നത് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്.
ഇവിടെ എന്താണ് നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിന് നമ്മൾ എന്ത് ചെയ്യും, ഡിഫറെന്റ് സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ സബ് പ്രോബ്ലംസും ഒരു ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെയായിരിക്കും ആ ടാസ്ക് പെർഫോം ചെയ്യുന്നത്? യൂസിങ് their local data and global data. ഓക്കെ, എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞു, സി, പാസ്കൽ, ഫോർട്രാൻ ഇതൊക്കെയാണ് പ്രൊസീജിയറൽ ഓറിയന്റഡ് ലാംഗ്വേജിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇതേ കാര്യം ഈ ഒരു ലൈബ്രറി മാനേജ്മെന്റ് ഞാനിപ്പോ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജ് ആയിട്ട് ഞാൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒബ്ജക്ട്സിനാണ്, റിയൽ വേൾഡ് ആയിട്ടുള്ള കാര്യത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയ്യുന്നത്. ഒരു ലൈബ്രറി മാനേജ്മെന്റ് ആണ് ഞാൻ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, ഞാൻ ആദ്യം ചെയ്യുന്നത് അത് ആരൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനകത്തുള്ള യൂസേഴ്സും അല്ലെങ്കിൽ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഫ്രം ദി ബേസ് എന്താണെന്ന് പറഞ്ഞ് നോക്കും. അപ്പോ ഈ ലൈബ്രറിയിൽ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാഫ് എന്ന് പറയുന്ന ആള് യൂസ് ചെയ്യാം. സ്റ്റാഫ് എന്ന് പറയുന്ന ആളുണ്ട്. ദെൻ സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, ദെൻ അതിനകത്ത് നോൺ ലിവിങ് തിങ്സ് ആയിട്ടുള്ള ബുക്സ് ഉണ്ട്. ഓക്കെ, ബുക്ക് ഉണ്ട്. ദെൻ എന്താണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫൈൻ എന്ന് പറയുന്ന ഒരു മോഡ്യൂൾ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇനി സ്റ്റാഫ് തന്നെ എന്താണ്, രണ്ട് ടൈപ്പിലുള്ള സ്റ്റാഫാണ്. ചിലപ്പോ അഡ്മിൻ സ്റ്റാഫ് കാണും, അതേപോലെ ടീച്ചിങ് സ്റ്റാഫ് കാണും. ഇനി സ്റ്റുഡന്റ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡന്റിനകത്ത് PG സ്റ്റുഡൻസ് കാണും, അതേപോലെ UG സ്റ്റുഡൻസ് കാണും, അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് കാണും. ബുക്ക് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേസിക് എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം, അതേപോലെ കോർ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ചെയ്യാം, അതേപോലെ ഇലക്റ്റീവ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ദെൻ ഈ ഒരു കാര്യം, അതായത് നമ്മൾ ബേസിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്ത് നമ്മളൊരു ഫൈനൽ ആയിട്ടുള്ള സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഫൈനൽ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഒരു കേസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് വിളിക്കുന്നത്. ബോട്ടം അപ്പ് അപ്രോച്ച്. ഓക്കെ, ബോട്ടം അപ്പ് അപ്രോച്ച്. ഓക്കെ, ആ ബോട്ടം അപ്പ് അപ്രോച്ചിനകത്ത് ഉള്ള ഒരു ബോട്ടം അപ്പ് അപ്രോച്ച് ഫോളോ ചെയ്യുന്ന ഒരു ലാംഗ്വേജിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. Okay, object oriented language is the one of the high level language in which a program is divided into objects. Objects എന്ന് പറയുന്നത് എന്താണ്, ഒബ്ജക്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ജസ്റ്റ് ഇപ്പോ റിയൽ വേൾഡ് എൻറ്റിറ്റി എന്നുള്ള രീതിയിൽ മാത്രം അറിഞ്ഞാൽ മതി. അതെന്താണ് റിയൽ വേൾഡ് എൻറ്റിറ്റി എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വഴിയെ പഠിക്കാം. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്ലാസിന്റെ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ് ആണ്. ഒരു ക്ലാസിന്റെ ഇൻസ്റ്റൻസിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി ആ ക്ലാസിന്റെ അകത്ത് ബിഹേവിയറും ഉണ്ടാവും, സ്റ്റേറ്റും ഉണ്ടാവും. എന്താണ് സ്റ്റേറ്റ്, എന്താണ് ബിഹേവിയർ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിന്റെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ബിഹേവിയർ എന്ന് പറയുന്നത് അതിന്റെ ഫങ്ഷണാലിറ്റിയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, ബിഹേവിയർ അല്ലെങ്കിൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ലാംഗ്വേജസ് സപ്പോർട്ട് ചെയ്യുന്ന ലാംഗ്വേജസ് എന്ന് പറയുന്നത്? C++, ജാവ, പൈത്തൺ, PHP. ഇതെല്ലാം ഏതിന്റെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ കുറച്ചും കൂടി നല്ലൊരു കാര്യം പറഞ്ഞു, ഇവരെല്ലാരും ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. പക്ഷെ ഈ പൈത്തണും PHPയും നമുക്ക് കുറച്ചും കൂടി നല്ല ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ട് പറയുന്നതായിരിക്കും നല്ലത്. ഓക്കെ, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറയുന്നതായിരിക്കും നല്ലത്. പക്ഷെ എന്നാലും ഈ പൈത്തണും PHP നമുക്ക് എന്തിനെ പറയാം, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ നേരത്തെ ഉള്ള ഒരു കേസിനകത്ത് നമ്മൾ പറഞ്ഞു ഗ്ലോബൽ ഡേറ്റയിൽ ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. പക്ഷെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഡേറ്റയും ഏതെങ്കിലും ഒരു ക്ലാസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പൊ ഒരു ക്ലാസിന്റെ അകത്ത് അവരുടെ ഡേറ്റയും അതിന്റെ ഫങ്ഷണാലിറ്റീസും ആണ്. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതെന്ന് പറയുന്നത് ഒരു ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്യാം, ഇത് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതിനെ നമുക്ക് ഒബ്ജക്റ്റ് A എന്ന് വിളിക്കാം, ഇതിനെ നമുക്ക് ഒബ്ജക്റ്റ് B എന്ന് വിളിക്കാം, ഇതിനെ ഒബ്ജക്റ്റ് C എന്ന് വിളിക്കാം. ഓക്കെ, ഇതിനെ ഞാൻ 3 ഒബ്ജക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യാം. അപ്പൊ ഈ ഒബ്ജക്റ്റിന്റെ അകത്തുള്ള ഡേറ്റയാണ് ഡേറ്റ A എന്ന് വിളിക്കുന്നത്. അതേപോലെ അതിനകത്തുള്ള ഫംഗ്ഷൻസിനെയാണ് ഫംഗ്ഷൻ A എന്ന് വിളിക്കുന്നത്.
ഇനി ഡേറ്റ എനെ എനിക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ എനിക്ക് ആര് വഴി മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ? ഫംഗ്ഷൻ എ വഴി മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഒബ്ജക്ട് ബിക്കകത്തുള്ള ഡേറ്റയെ എനിക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഏത് വഴി മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ? ഫംഗ്ഷൻ ബി വഴി മാത്രമേ പറ്റുള്ളൂ. സിമിലർലി സി. ഇനി ആർക്കെങ്കിലും, അതായത് ഒബ്ജക്ട് ബി എന്ന് പറയുന്ന ആൾക്ക് ഡേറ്റ എ ആക്സസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആദ്യം ഈ ഫംഗ്ഷനിൽ നിന്നും എങ്ങോട്ടേക്ക് പോകണം? എ ഫംഗ്ഷൻ വഴി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ ഡേറ്റ എ എന്ന് പറയുന്ന കാര്യത്തിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇഫ് എനിബഡി വാണ്ട് ടു ആക്സസ് അനദർ ക്ലാസ് ഡേറ്റ, ഇറ്റ് ക്യാൻ ബി ആക്സസ്ഡ് വയ ഫങ്ഷൻസ് വഴി മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഏതിന്റെ ഫ്ലോ എന്ന് വിളിക്കുന്നത്? മെസ്സേജ് പാസിംഗ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി. ഒബ്ജക്ട് ഓറിയന്റഡ് കൺസെപ്റ്റിനകത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മെസ്സേജ് പാസിംഗ് എന്ന് പറയുന്നത്. മെസ്സേജ് പാസിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു ഒബ്ജക്റ്റിൽ നിന്നും വേറൊരു ഒബ്ജക്റ്റിലേക്ക് ഡേറ്റ പാസ് ചെയ്യണമെങ്കിൽ ത്രൂ ഫംഗ്ഷൻ വഴി മാത്രമേ നമുക്ക് പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിന്റെ കാര്യം എന്ന് പറയുന്നത്. ഒബ്ജക്ട് ഓറിയന്റഡ് ലാംഗ്വേജ്, അതേപോലെ പ്രൊസീജിയർ ഓറിയന്റഡ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. നൗ എന്തൊക്കെയാണ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോ ഈ കൺസെപ്റ്റ്സ് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. അപ്പോ എന്താണ് നമുക്ക് ഒബ്ജക്ട് ഓറിയന്റഡ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് അറിയാം. ഒബ്ജക്ട് എന്താണ്, ക്ലാസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ അതിനുവേണ്ടി ഞാനാണെങ്കിൽ ഒരു റിയൽ വേൾഡിൽ ഉള്ള ഒരു എൻറ്റിറ്റി ഞാൻ എടുക്കാൻ പോകും. ഈ എൻറ്റിറ്റി എന്ന് പറയുന്നത് നോർമലി എല്ലാവരും എടുക്കുന്ന എൻറ്റിറ്റിയാണ് ഞാനും എടുക്കുന്നത്. സേ കാർ എന്ന് പറയുന്ന കാര്യം. ഓക്കെ, കാർ എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ എടുക്കും. അപ്പോ കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് ആണ്. ഈ ഒരു സ്ലൈഡ് മാത്രം കുറച്ച് ഇന്ററാക്റ്റീവ് ആണ്. അപ്പൊ ഈ കാർ എന്ന് പറയുമ്പോൾ, ആ കാർ എന്ന് പറയുന്ന നിങ്ങൾ കണ്ണടച്ച് നോക്കുമ്പോൾ നിങ്ങൾ എന്താണ് ആ ഒരു കാർ എന്ന് പറയുമ്പോൾ അതിനകത്ത് കാണുന്ന കാര്യം എന്താണ്? ഓക്കെ, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പ്രോപ്പർട്ടി കളർ എന്ന് പറയുന്നത് ആദ്യം നോക്കുമ്പോൾ ഏത് കളറാണ്? വൈറ്റ് ആണോ, റെഡ് ആണോ, ഗ്രീൻ ആണോ? എന്താണ്? കമ്പനി. ഓക്കെ, കമ്പനി. മോഡൽ. Number of wheels. Then year. Okay, then number. Okay, car number. Okay, mileage. Okay, then ABS system. Okay, അല്ലെങ്കിൽ ABS system. കാർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ജനറൽ ഫീച്ചേഴ്സ് മാത്രമാണ്. ഓക്കെ, ശരി, അപ്പൊ ഇത്രയും മതി, ആവശ്യത്തിന് ആയി. ഓക്കെ, ഇനി നമുക്ക് ബ്രേക്ക് ഉണ്ടാവുമല്ലോ. ബ്രേക്ക് എല്ലാ കാറിനകത്തും ഉണ്ടാവുമല്ലോ. ആക്സിലറേറ്റർ എന്ന് പറയും. ഓക്കെ, ശരി. ഇതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് എന്ന് വിളിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതെല്ലാമാണ് ഒരു ക്ലാസിന്റെ പ്രോപ്പർട്ടീസ്, ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്നുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി അടുത്തത്, ഒരു കാറിന്റെ ഫങ്ഷണാലിറ്റി എന്താണ്? കാർ എന്തിനു വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡ്രൈവ്. ഓക്കെ, ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു ഫങ്ഷണാലിറ്റിയാണ്. കാറിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ലേ? സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലേ? സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ബ്രേക്ക് ചെയ്യാൻ പറ്റും. ബ്രേക്ക്. ഓക്കെ, ബ്രേക്ക്. ശരി, ബ്രേക്ക്. ദെൻ ആക്സലറേറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? ആക്സലറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെല്ലാമാണ് അതിന്റെ, ഞാൻ എല്ലാം ഒന്നും എഴുതുന്നില്ല, ജസ്റ്റ് ഇതാണ് അതിന്റെ ബേസ് ആയിട്ടുള്ള ഫങ്ഷണാലിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഈ ഫങ്ഷണാലിറ്റിയെ നമ്മൾ ബിഹേവിയർ എന്നും വിളിക്കും. ഓക്കെ, ബിഹേവിയർ എന്നും വിളിക്കും. അപ്പോ
ഈ പ്രോപ്പർട്ടീസും ഫങ്ഷണാലിറ്റീസും കൂടെ ചേരുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ക്ലാസ് എന്ന് വിളിക്കുന്നത്. ഒരു റിയൽ വേൾഡ് എൻറ്റിറ്റിന്റെ നമ്മൾ എന്തൊക്കെ എടുക്കും? സ്റ്റേറ്റും അതേപോലെ ബിഹേവിയറും നമ്മൾ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും? അതിനെ വിളിക്കുന്ന പേരാണ് ക്ലാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ ക്ലാസിന്റെ സ്റ്റേറ്റും ബിഹേവിയറും എല്ലാം ഫോളോ ചെയ്യുന്ന റിയൽ വേൾഡ് എൻറ്റിറ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ക്ലാസ് ഞാൻ എടുത്തു, ആ ക്ലാസ്സിനകത്ത് എന്തൊക്കെ കാണും? സ്റ്റേറ്റും ബിഹേവിയറും കാണും. ഈ സ്റ്റേറ്റും ബിഹേവിയറും എല്ലാം ഫോളോ ചെയ്യുന്ന ഒരു റിയൽ വേൾഡ് എൻറ്റിറ്റിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. കാറിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ഒബ്ജക്റ്റ്? കാർ എന്ന് പറയുന്ന എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒബ്ജക്റ്റ് എന്ന്? കാറോ? ടയർ. മാരുതി 800 അതെന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. ഹുണ്ടായി i10 എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്. ടാറ്റ ടിയാഗോ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്. അതായത് ഈ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഇതിനകത്ത്. നിങ്ങളൊന്ന് നോക്കിയേ, നിങ്ങൾ ഒരു മാരുതി 800 എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാം ഈ പറയുന്ന കളർ കാണും, കമ്പനി കാണും, മോഡൽ കാണും, നമ്പർ ഓഫ് ഫീസ് കാണും, അതിനകത്ത് ഒരു ഇയർ ഓഫ് രജിസ്ട്രേഷൻ കാണും, കാർ നമ്പർ കാണും, മൈലേജ് കാണും, അതിന് ഡ്രൈവ് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, ബ്രേക്ക് ചെയ്യാൻ പറ്റും, ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ആ കാര്യത്തിന് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ കാര്യത്തിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്ന കാര്യത്തിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? റിയൽ വേൾഡ് എൻറ്റിറ്റി എന്ന് വിളിക്കുന്നത്. പക്ഷെ ആ റിയൽ വേൾഡ് എൻറ്റിറ്റിന്റെ സ്റ്റേറ്റും ബിഹേവിയറും നമ്മൾ എൻകാപ്സുലേറ്റ് ചെയ്ത് പറയുന്ന കാര്യത്തിനെയാണ് നമ്മൾ വിളിക്കുന്നത് ക്ലാസ് എന്ന് പറയുന്നത്. ക്ലാസ് എന്ന് പറയുന്ന ഒരു തിയററ്റിക്കൽ അബ്സ്ട്രാക്ട് ഡേറ്റ ടൈപ്പ് ആവുന്നു. ആ ഒബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് എന്തെന്ന് വിളിക്കുന്നത്? റിയൽ വേൾഡ് എൻറ്റിറ്റി. നമുക്ക് കാണാൻ പറ്റുന്നത് ആരെയാണ്? ഒബ്ജക്റ്റിനെയാണ്. ഓക്കെ, ആ ഒബ്ജക്റ്റിന്റെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ബിഹേവിയറിനെ എല്ലാം കൂടെയാണ് നമ്മൾ ക്ലാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? ഒബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞ് പഠിച്ചു, ക്ലാസ് എന്താണെന്ന് പഠിച്ചു. അപ്പൊ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലാസിന്റെ ഒരു ഇൻസ്റ്റൻസിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത് അതിനകത്ത് എന്തൊക്കെ കാണും? ഡേറ്റയും കാണും, ഫംഗ്ഷനും ഫംഗ്ഷനാലിറ്റിയും കാണും. ഇനി ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസ് അതിന്റെ ബിഹേവിയറും നമ്മൾ കൂട്ടിച്ചേർത്ത് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്ലാസ് എന്ന് വിളിക്കുന്നത്. ശരി, ഓക്കെ. നെക്സ്റ്റ് ഓക്കെ, അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്, സേ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു കാർ എടുത്തിട്ട് നമ്മളിപ്പോ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാലിറ്റി പറയാം. അപ്പൊ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാലിറ്റി നമ്മൾ റിയൽ വേൾഡിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ റിയൽ വേൾഡിനകത്ത് ഒരാളെടുത്ത് ഈ കാർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോറൂമിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാള് ഒരു ചാവി തരും. എന്നിട്ട് ഒരു കീ സ്ലോട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ജസ്റ്റ് റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്താൽ മതി, എഞ്ചിൻ സ്റ്റാർട്ട് ആവും. എഞ്ചിൻ സ്റ്റാർട്ട് ആയാൽ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇത് മാത്രമാണ് അവിടെ നടക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഇത് ഒരു സാധാരണ ഒരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇങ്ങനെയാണ് കാർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലായി. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് എന്താണ്? നമ്മൾ കാർ ലോക്കലില് നമ്മൾ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു എയർ ഫ്ലോ ഉണ്ടായി, ആ എയർ ഫ്ലോ ഉണ്ടായി എഞ്ചിനകത്ത് കയറി അതിനകത്ത് എന്ത് ചെയ്യുന്നു? ഒരു സ്പാർക്ക് ഉണ്ടാവുന്നു. ആ സ്പാർക്ക് ഉണ്ടായത് കാരണം ഒരു ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവുന്നു. ആ ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ചെയ്ത് മെക്കാനിക്കൽ എനർജി ആവുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു കാർ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ഫുൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ പറയുന്നുണ്ടോ? ഇല്ല. ജസ്റ്റ് എന്താണ്? ഒരു അബ്സ്ട്രാക്ട് രീതി. അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഇന്റേണൽ ഡീറ്റെയിൽസ് എല്ലാം ഹൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് മാത്രമേ പറയുന്നുള്ളൂ? ജസ്റ്റ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതി മാത്രമേ പറയുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? അബ്സ്ട്രാക്ട് എന്ന് വിളിക്കുന്നത്, അബ്സ്ട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്.
അബ്സ്ട്രാക്ട് ക്ലാസ്സും അതേപോലെ ഇന്റർഫേസും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അബ്സ്ട്രാക്ഷൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ്സിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഈ എന്താണ് അബ്സ്ട്രാക്ട് ക്ലാസ്, എന്താണ് ഇന്റർഫേസ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് പഠിക്കാം. ജസ്റ്റ് ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി. കൺസെപ്റ്റ് ഇതാണ്, എന്താണ് ഇന്റേണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഹൈഡ് ചെയ്ത് നമുക്ക് എന്ത് പറയുന്നു, നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണിക്കുന്ന ഒരു ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് അബ്സ്ട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇൻഹെറിറ്റൻസ് എന്താണ്? അപ്പൊ ഇൻഹെറിറ്റൻസ് ഒരു ഒരു ക്ലാസ് തന്നെ വേണം നമുക്ക് ഇൻഹെറിറ്റൻസ് എന്താണെന്നുള്ള കാര്യം പഠിക്കാൻ വേണ്ടി. നമുക്ക് ഇപ്പൊ നമ്മൾ ഈ ഒരു കാറിന്റെ അകത്ത് ഞാൻ ABS എന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ എഴുതേണ്ടതെന്ന് പറഞ്ഞു. അതിന് കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാറിനകത്തും ABS സിസ്റ്റം ഉണ്ടോ? ABS എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടോ? ഇല്ല. ABS സിസ്റ്റം അല്ലാന്നുണ്ടെങ്കിൽ ABS എന്ന് പറയുന്നത് ഒരു ബ്രേക്കിംഗ് സിസ്റ്റമാണ്. സാധാരണ ബ്രേക്ക് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യുന്നു, ടയർ എല്ലാം ലോക്ക് ചെയ്യുന്നു. അങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടയർ ജാം ആവാനുള്ള ചാൻസ് ഉണ്ട്. ടയർ ജാം ആയി കഴിഞ്ഞാൽ വണ്ടി സ്കിഡ് ആവും. അങ്ങനെ സ്കിഡ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന ഒരു പുതിയതായിട്ടുള്ള ഒരു ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ കാറിനകത്തുള്ള ഒരു ഫംഗ്ഷനാലിറ്റിയാണ് ABS. അതായത് നമ്മൾ ഈവൻ ഈ അപ്ലൈ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, വിട്ട് മാത്രമേ പിടിക്കത്തുള്ളൂ. അതായത് ഒരു ഒറ്റ സഡൻ ആയിട്ടുള്ള ഒരു ബ്രേക്ക് അല്ലാതെ എന്ത് ചെയ്യുന്നു, ഗ്രാജുവലി അത് ബ്രേക്ക് അപ്ലൈ റിലീസ് ചെയ്യും, ബ്രേക്ക് അപ്ലൈ റിലീസ് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ഒരു വർക്കിംഗ് മെക്കാനിസം ഉള്ളതിനെയാണ് നമ്മൾ ABS എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു കാർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ കാറിനകത്തും ABS വേണമെന്നില്ല. അതേപോലെ നൈട്രോ ബൂസ്റ്റർ എന്ന് പറയുന്ന കാര്യം എല്ലാത്തിനകത്തും വേണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം, കാറിനെ തന്നെ കാറിന്റെ എല്ലാ പ്രോപ്പർട്ടിയും ഏതിനകത്ത് കാണും? ഒരു സ്പീഡ് കാർ എന്ന് പറയുന്ന ഒരു കാറിനകത്ത് കാണും. അതായത് അതിനകത്ത് കളർ കാണും, കമ്പനി കാണും, മോഡൽ കാണും, നമ്പർ ഓഫ് വീൽസ് കാണും, ഗിയർ കാണും, കാർ നമ്പർ കാണും, മൈലേജ് കാണും, ബ്രേക്ക് കാണും, ആക്സലറേറ്റർ എല്ലാം കാണും. ഇത് കൂടാതെ തന്നെ അതിന്റെ അകത്ത് ആഡ് ഓൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ കാണും. ഈ ഒരു ബേസിക് കാര്യങ്ങളല്ലാതെ എന്തും കൂടെ കാണും, ആഡ് ഓൺ ആയിട്ട് അവരുടെ പാർട്സ് ആയിട്ട് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യും. അതായത് ABS, നൈട്രോ ബൂസ്റ്റർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉണ്ടായിരിക്കും. ചില ഇതിനകത്ത് ഗിയർ എന്ന് പറയുന്നത് 5 ഗിയർ കാണും, ചിലതിനകത്ത് 4 കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ 4 പറയുന്നുള്ളൂ. പക്ഷെ ഒരു ഹയർ ഓപ്ഷൻ കാറിനകത്ത് ചിലപ്പോൾ എന്ത് ചെയ്യണം, കൂടുതൽ ഗിയർ കണ്ടെന്നിരിക്കും. അപ്പൊ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ക്ലാസ്സിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, ആ അടുത്ത ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്, ഈ ക്ലാസ്സിനകത്തുള്ള ഡേറ്റ എല്ലാം അങ്ങോട്ട് വരുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നെ പഠിക്കാം. ജസ്റ്റ് ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. കാർ എന്ന് പറയുന്നതിനകത്തുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് കാണും, സ്പീഡ് കാറിനകത്ത് കാണും. ഇൻ അഡീഷൻ ടു ദാറ്റ് ദർ വിൽ ബി ആഡ് ഓൺ ഫീച്ചേഴ്സും കൂടെ കാണും. ആഡ് ഓൺ ഫീച്ചേഴ്സും കാണും, അതേപോലെ ഫംഗ്ഷനാലിറ്റീസും കാണും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ കാറും കമ്പനി മോഡലും എല്ലാം ഏതിനകത്ത് എഴുതണം, സ്പീഡ് കാറിനകത്ത് എഴുതണം. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി നമ്മൾ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊന്നും വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഡ് റീയൂസബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി അച്ചീവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക്കിനകത്ത് എന്താണ് ഈ കോഡ് റീയൂസബിലിറ്റി എന്നുള്ള കാര്യം നമ്മൾ ആദ്യം പഠിക്കും. അതിനുശേഷം മാത്രമായിരിക്കും ഇൻഹെറിറ്റൻസ് എന്താണെന്നുള്ള കാര്യം പഠിക്കും. ഓക്കെ, കോഡ് എങ്ങനെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും, അതെങ്ങനെയാണ് ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്ത് അച്ചീവ് ചെയ്യുന്നത്, അതായിരിക്കും നമ്മൾ ആദ്യമേ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിനുശേഷം എന്താണ് ഇൻഹെറിറ്റൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു വേർഡ് മീനിങ് എന്താണ്, അല്ലെങ്കിൽ ഇത് എങ്ങനെ ജാവ വഴി അച്ചീവ് ചെയ്യും എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എൻകാപ്സുലേഷൻ. എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ക്ലാസ്സിനകത്ത് 2 കാര്യങ്ങളാണുള്ളത്, ഡേറ്റയുണ്ട്, അതേപോലെ മെത്തേഡ്സും ഉണ്ട്, അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സും ഉണ്ട്, അല്ലെങ്കിൽ മെത്തേഡ്സും ഉണ്ട്. ഈ മെത്തേഡ്സ് സെക്യൂർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റേ സെക്യൂർ ഇൻ ദ സെൻസ് ഈ സെക്യൂരിറ്റി അച്ചീവ് ചെയ്യുന്നത് ആക്സസ് സ്പെസിഫയേഴ്സ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അത് നമുക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ നമ്മൾ അത് തുടങ്ങും, ആക്സസ് സ്പെസിഫയേഴ്സ് എന്താണെന്നുള്ള കാര്യങ്ങൾ തുടങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും നമ്മൾ ആക്സസ് സ്പെസിഫയേഴ്സിനെ പറ്റി പഠിക്കുന്നത്. ജസ്റ്റ് ഇപ്പോൾ എന്താണ് എൻകാപ്സുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈൻഡിങ് ദ ഡേറ്റ ആൻഡ് മെത്തേഡ് ടുഗദർ ഇൻ എ ക്ലാസ്. ഓക്കെ, ക്ലാസിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആട്രിബ്യൂട്ട്സിനെയും മെത്തേഡ്സിനെയും എന്ത് ചെയ്യുന്നു, ബൈൻഡ് ചെയ്ത് വെക്കുന്ന ഒരു ഫിനോമിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് എൻകാപ്സുലേഷൻ എന്ന് വിളിക്കുന്നത്. പോളിമോർഫിസം എന്ന് പറയുന്നത്
അടുത്തൊരു കൺസെപ്റ്റ് ആണ്. ഇതെല്ലാം ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. പോളിമോർഫിസം എന്താണെന്നുള്ള കാര്യവും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. പോളിമോർഫിസത്തിന് ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഒരു നമുക്ക് ഒരു സിറ്റുവേഷനിൽ ഞാനാണെങ്കിൽ എന്റെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഞാനെന്ന് പറയുന്ന ആള് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിസർച്ച് സ്കോളർ ആയിരിക്കും. ഓക്കെ, ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഞാനെന്ന് പറയുന്ന ഒരു റിസർച്ച് സ്കോളർ ആയിരിക്കും. അതേ ആള് എന്റെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഞാനൊരു എന്താണ് എന്റെ പാരന്റ്സിന്റെ മുമ്പിലാണ് ഞാനൊരു സൺ എന്ന് പറയുന്ന ഒരു ബിഹേവിയർ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഞാൻ എന്റെ വൈഫിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന ആള് ഹസ്ബൻഡായി മാറും. എന്റെ പിള്ളേരുടെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ന് പറയുന്നത് അവരുടെ ഫാദർ ആയിട്ട് മാറും. ഇപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഞാനെന്ന് പറയുന്ന ഒറ്റ ഒരാളാണ്, പക്ഷെ ഡിഫറെന്റ് സിറ്റുവേഷൻ, ഡിഫറെന്റ് എൻവയോൺമെന്റ് അനുസരിച്ച് എന്റെ റോൾ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ ഞാനെന്ന് പറയുന്ന എന്റെ ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നത് ഐ ഹാവ് ടു ഡു റിസർച്ച് ആണ്. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇൻ ഫ്രണ്ട് ഓഫ് പാരന്റ് ആണെങ്കിൽ ഐ നീഡ് ടു കെയർ അബൌട്ട് മൈ പാരന്റ്സ്. ഓക്കെ, വൈഫിന്റെ മുമ്പേ ആണെങ്കിൽ ഞാനാണെങ്കിൽ എന്താണ് ഐ നീഡ് ടു കെയർ ഹർ ആസ് എ ഹസ്ബൻഡ്. ചിൽഡ്രൻസിന്റെ മുമ്പിലാണെങ്കിൽ ഐ നീഡ് ടു കെയർ ദം ആസ് ദ റോൾ ഓഫ് എ ഫാദർ. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് പോളിമോർഫിസം എന്ന് വിളിക്കുന്നത്. പോളിമോർഫിസം എന്ന് വിളിക്കുന്നത് ഓരോ സിറ്റുവേഷനിലനുസരിച്ച് സെയിം ആള് ഡിഫറെന്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഓക്കെ, സെയിം ആള് ഡിഫറെന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് പോളിമോർഫിസം എന്ന് വിളിക്കുന്നത്. പോളിമോർഫിസത്തിനകത്ത് മെത്തേഡ് ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും അതേപോലെ മെത്തേഡ് ഓവർറൈഡിങ്ങും ഇതെല്ലാം നമുക്ക് നോക്കാനുണ്ട്. ഇപ്പോൾ ജസ്റ്റ് പേര് മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി, അത് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ നോക്കാം. ഓക്കെ.